താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന പദ്ധതികളൊക്കെ വെറുതെ പൊടി തട്ടിയെടുത്ത് അവതരിപ്പിച്ച ഒരു കോപ്പി പേസ്റ്റ് ബജറ്റാണ് UDF സർക്കാരിൻ്റേത് എന്ന് പറഞ്ഞായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഇന്നലത്തെ വെടിക്കെട്ട്. തന്റെ സർക്കാരിന്റെ ഉഗ്രൻ ഐഡിയകൾ മുഴുവൻ പുതിയ സർക്കാർ അടിച്ചു മാറ്റിയെന്ന് സാരം. എന്നാൽ കണക്കും കാര്യങ്ങളും തന്നെ ആരും പഠിപ്പിക്കാൻ വരേണ്ട എന്ന മട്ടിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരിച്ചടിച്ചതോടെ പ്രതിപക്ഷത്തിന്റെ ആ വെടിക്കെട്ട് അങ്ങ് നനഞ്ഞുപോയി. അടിയും തിരിച്ചടിയും മാത്രമായിരുന്നില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏറെ താലോലിച്ച് വളർത്തിയ LDFന്റെ അഭിമാന സ്തംഭമായിരുന്ന കിഫ്ബിക്ക് തന്നെ ഇപ്പോൾ സതീശൻ സർക്കാർ കൃത്യമായിട്ട് പൂട്ടിട്ടിരിക്കുകയാണ്. അതെ, കിഫ്ബിയിൽ വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. മുൻപ് അനുമതി നൽകിയ എന്നാൽ ഇതുവരെ പണി തുടങ്ങാത്ത പദ്ധതികൾക്ക് ഇനി പണം നൽകേണ്ടതില്ല എന്നാണ് പുതിയ തീരുമാനം. അതായത് വെറുതെ ഫയലിൽ മാത്രം കിടക്കുന്ന നിർമ്മാണങ്ങളുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. പുതിയ അനുമതികൾ തേടി കിഫ്ബിക്ക് മുന്നിലെത്തുന്ന ഫയലുകൾ തൽക്കാലം പൊടി പിടിച്ച് കിടക്കട്ടെ എന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ നിലവിൽ പകുതി വഴിയിലായ പദ്ധതികൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കൃത്യമായി പൂർത്തിയാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതിന്റെ സൂചന നൽകിയിരുന്നു. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കുമെന്നും അതിന്റെ പ്രവർത്തന രീതി പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ വെക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ന് പറഞ്ഞ മുൻ സർക്കാർ കൊണ്ടുവന്ന ഈ സംവിധാനം ഇന്ന് സംസ്ഥാനത്ത് തന്നെ വലിയൊരു ബാധ്യതയായിട്ട് മാറിയിരിക്കുന്നു എന്ന സത്യം കൂടിയായിരുന്നു സതീശൻ സർക്കാർ തുറന്നു കാണിച്ചത്. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം വായിച്ചാൽ ആർക്കും അത് മനസ്സിലാകുന്നതുമാണ്. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയെ ഇത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആക്കിയതിൽ കിഫ്ബിക്കുള്ള പങ്ക് ചെറുതല്ല. കിഫ്ബി വഴി കടമെടുക്കുന്ന തീരുമാനങ്ങളിൽ ധനവകുപ്പിന് പോലും ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു. എന്നാൽ കടം വാങ്ങി വീട്ടേണ്ടി വരുമ്പോൾ അതിന്റെ പ്രത്യാഘാതം മുഴുവൻ അനുഭവിക്കേണ്ടത് ധനവകുപ്പും ഈ നാട്ടിലെ സാധാരണക്കാരനുമായിരുന്നു. കിഫ്ബിയുടെ കടമെടുപ്പ് ഔദ്യോഗിക ബജറ്റിൽ കണക്കാക്കാതിരുന്നത് വഴി നിയമസഭയിലും പൊതുജനങ്ങളെയും ഒന്നടങ്കം പറ്റുകയായിരുന്നു മുൻ സർക്കാർ ചെയ്തത് എന്നായിരുന്നു ധവളപത്രത്തിൽ അടിവരയിട്ട് പറഞ്ഞത്. വികസനത്തിനും ഈ കണ്ണൂർ ലോബി കാട്ടിയ രാഷ്ട്രീയം ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, കിഫ്ബി അക്കൗണ്ടുകൾ വഴിയും മസാല ബോണ്ട് വഴിയും കൺസൾട്ടൻസികൾക്ക് വാരിക്കോരി പണം നൽകിയതിലും കടമെടുത്ത കോടികൾ ബാങ്കുകളിൽ നിക്ഷേപിച്ചതിലും വലിയ രീതിയിലുള്ള സുതാര്യത കുറവുണ്ട്. ഇതിന്റെ ഒക്കെ പിന്നിലെ കള്ളക്കളികളും അഴിമതികളും പുറത്തു കൊണ്ടുവരാൻ ഒരു ഫോറൻസിക് ഓഡിറ്റ് തന്നെ നടത്തുമെന്നാണ് സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ തന്റെ പദ്ധതികൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കിയ പിണറായി വിജയനും LDFനും കിട്ടിയത് അങ്ങനെയൊന്നും മറക്കാൻ പറ്റാത്ത തക്കതായ മറുപടി തന്നെയാണ്. കിഫ്ബി എന്ന പേരിൽ നടത്തിയ സാമ്പത്തിക അശാസ്ത്രീയതകൾക്കും തന്നിഷ്ടങ്ങൾക്കും പൂട്ടിട്ടുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷത്തിന് കൃത്യമായ കണക്കുകളോടെ മറുപടി നൽകി കഴിഞ്ഞു. ഇനി ഫോറൻസിക് ഓഡിറ്റ് കൂടി പുറത്തു വരുമ്പോൾ കിഫ്ബിയുടെ പേരിൽ നടന്ന അഴിമതികളുടെ കൂടുതൽ കഥകളും പുറത്തു വരുമെന്ന് തീർച്ച.